യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാം പ്രമാണം അല്ലേ, കർത്താവിൻ്റെ നിയമത്തിലെ മോശ വഴിയായിട്ട് ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ ഏറ്റവും ആദ്യത്തെ നിയമമാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. ഏക ദൈവത്തെ ആരാധിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുത്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ദൈവിക നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാനെന്നല്ല, പല സുവിശേഷകരും ദൈവത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ പല ആളുകളും അത് കേൾക്കുവാനോ അല്ലെങ്കിൽ അത് കേട്ടനുസരിക്കുവാനോ തയ്യാറാകുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്നിന്ന അനുഗ്രഹങ്ങൾ കിട്ടും, അത്ഭുതങ്ങൾ കിട്ടും, കാര്യം സാധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ഇത് കാണുകയും ഇത് കേൾക്കുകയും ഒക്കെ ചെയ്യുമെന്നറിയാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനിയും നിങ്ങൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഒന്നും പോവരുത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല. ഓർത്തുകൊള്ളുക, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട സമയമാണ്. എന്തുകൊണ്ടാണ് ദൈവിക നിയമങ്ങളെ കാത്തു പരിപാലിക്കണം, കൊണ്ടു നടക്കണം? അതിൽ ഏറ്റവും ആദ്യത്തെ നിയമം നിങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ നിയമം, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ നിങ്ങളൊരു അക്രൈസ്തവരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പ്രമാണങ്ങളിലൂടെ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, അതുപോലെ തന്നെ ജോലി മേഖലകളിൽ, എല്ലാ വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ എല്ലാം കൂടി കൂട്ടിയിണക്കി നിങ്ങൾ നോക്കുക. ഇവിടെയൊക്കെ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ഇനി ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പറയുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് ലോകത്താണ്. ഈ ലോകമെന്ന് പറയുന്നത് നമുക്കറിയാം, പലവിധ ബഹളങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ബഹളങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രലോഭനങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മനുഷ്യന് ഒന്നും സ്വമേധ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ഉറപ്പുണ്ട് 100% ശരിയാണെന്ന്. പക്ഷെ ദൈവത്തിന് അതിൽ ഉറപ്പില്ല. കാരണം അവൻ മനുഷ്യൻ്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് 90% ശരിയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാളിപ്പോകുന്ന കാര്യങ്ങളും തെറ്റുകൾ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടി നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് യേശുവിൻ്റെ സഹായം കൂടിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവ് പറയുന്നത് കേട്ട് മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈശോ മാറിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരാനായിട്ട് നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓർക്കുക, നമുക്ക് മുന്നേ ദൈവം നടക്കണം, ഒരിക്കലും നമുക്ക് പിന്നാലെ അല്ല കർത്താവ് വരേണ്ടത്. അപ്പോൾ പല ആളുകളും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് യേശുവിനെ ഒരു സൈഡിൽ വെക്കുന്നു, മറു സൈഡിൽ നമ്മൾ മനുഷ്യരെ ആരാധിക്കും. ഹല്ലേലൂയ. ചില ആളുകൾ ഒരു സൈഡിൽ ദൈവത്തെ ആരാധിക്കും, ഒരു സൈഡിൽ വിഗ്രഹങ്ങളെ ആരാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. 2 വള്ളത്തിൽ കാല് കുത്തരുത്. 2 കാല് കുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് മുങ്ങിയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേരായ വഴി തിരഞ്ഞെടുക്കുക. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ആടുകളെ ഞാൻ മേയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവ എൻ്റെ സ്വരം ശ്രവിക്കുകയും എനിക്ക് പിന്നാലെ അവ വരികയും ചെയ്യും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവം നമുക്ക് മുന്നേ പോകുന്നു, നമ്മൾ അവിടുത്തെ പിറകെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നാമത്തെ കൽപ്പന ദൈവം പാലിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ ഒന്നാമത്തെ നിയമം പാലിക്കുമ്പോൾ ബാക്കി എല്ലാ നിയമങ്ങളും നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കും. യേശു എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ മേഖലകളിലും യേശുവിനെ രക്ഷകനായി, കർത്താവായി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ
ബാക്കി എല്ലാ കാര്യങ്ങളും 10 നിയമങ്ങളിൽ എല്ലാ നിയമങ്ങളും ഈശോ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ പാലിച്ചു എന്നത് ഉറപ്പായി കഴിഞ്ഞു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രം. എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി മാത്രമോ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമോ നിങ്ങൾ ദൈവമക്കൾ ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ദൈവത്തെ കബളിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. പല വ്യക്തികളും അങ്ങനെയാണ്. ഇത്ര ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നിയമങ്ങൾ പാലിച്ച് വെക്കുന്നു. പിന്നീട് നമ്മൾ ഈ നിയോഗം സാധിക്കാൻ വേണ്ടി മാത്രം നമ്മളിതൊക്കെ മാറ്റിവെക്കുന്നു. പ്രത്യേകിച്ച് നൊയമ്പ് എടുക്കുന്ന സമയങ്ങളിൽ, ഉപവാസം എടുക്കുന്ന സമയങ്ങളിൽ ഓർത്തുകൊള്ളുക, ഇതെല്ലാം തന്നെ ദൈവസന്നിധിയിൽ ശരിക്കും വിലകെട്ടവയാണ്. നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊരു വില വേണം. നമുക്ക് എന്തും തുറന്ന് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് എന്തും ചോദിച്ചാലും കർത്താവ് തരും. ഈശോ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തോടെ നമ്മൾ ചോദിച്ചാൽ കിട്ടും. പക്ഷേ നമുക്ക് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് യേശുവിൻ്റെ എന്ന ദൈവപുത്രനെ നമ്മളെ തിരിച്ചറിഞ്ഞ നിമിഷം നമ്മുടെ ഹൃദയത്തിൽ ഏകരക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മേഖലകളിലൊക്കെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് കർത്താവിനെ നിങ്ങൾ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള കവാടം നിങ്ങൾക്ക് നേരത്തെ തന്നെ തുറന്നിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ നിങ്ങൾ പരമാവധി നിയമങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ട മേഖലകളിലെല്ലാം തന്നെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരിക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി, ലോട്ടറി അടിച്ചു, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും, ആളുകൾക്ക് ഒത്തിരി കൃപ കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചെവി അടച്ചു വെക്കാതിരിക്കുക. നമ്മുടെ കണ്ണുകൾ തുറക്കുക, നമ്മുടെ കാതുകൾ തുറന്നു വെക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല. നമുക്ക് ഇതെല്ലാം കിട്ടും, ഇതെല്ലാം നമുക്ക് ദൈവം തരും. ഞാൻ പറഞ്ഞില്ലയോ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആദ്യം രാജ്യം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കൂ, നീതി എന്താണെന്ന് അന്വേഷിക്കൂ. അപ്പോൾ ഇത് അന്വേഷിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളുള്ള മേഖലകൾ നികത്തപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അതേപോലെ തന്നെ കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, ദുർമന്ത്രവാദം, നിങ്ങൾ ഓർക്കണേ, നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ച എന്തിനാണ്? ഇതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചില ആളുകൾ ഇതിനെ എടുത്ത് പറയുമ്പോൾ, കൂടോത്രത്തിനെയും മന്ത്രവാദത്തിനെയൊക്കെ എടുത്ത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, ഇപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ചെറിയ രീതിയിലൊരു അസ്വസ്ഥതകളും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള നമ്മൾ വിചാരിക്കും ഇതും കൂടോത്രമാണോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത നടപടിയിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനത്തെ ഒരുപാട് ദൈവമക്കളുണ്ട്. ഇതിനു വേണ്ടി ഭയമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു. ഓർക്കുക, നമുക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഒരു ദൈവമകൻ, ഒരു ദൈവമകളെന്ന് പറയുന്നത് ഇതിലൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷെ ഓർക്കുക, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ നിങ്ങൾ ഏകരക്ഷകനായി സ്വീകരിച്ച ഒരാളാണെങ്കിൽ ഈ കൂടോത്രവും മന്ത്രവാദവും ഒന്നും നിങ്ങൾ അന്വേഷിക്കരുത്. അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോവരുത്. ഇതിനെപ്പറ്റി പറയുന്നത് കേൾക്കാൻ പോലും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ കേൾക്കേണ്ട എന്താണ്? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? യേശു സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിച്ചു. യേശു കർത്താവിന് അറിയാമായിരുന്നു ഈ ജനതയ്ക്കോ ഒരറിവോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് മേയ്ക്കാനായിട്ട് ഒരിടയനില്ലാത്ത ആടുകളെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. ഓർക്കണം, ഇനിയും ആളുകൾ മാറാനുണ്ട് ഒത്തിരി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ മന്ത്രവാദവും കൂടോത്രത്തിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നവരാണ്. നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ കെട്ടുകളൊക്കെ പൊട്ടിച്ച് എപ്പോഴേ കർത്താവ് നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു. പക്ഷെ നമ്മൾ തന്നെയാണ് ഇതിനകത്ത് ഞാൻ പെട്ടുപോയി എന്നുള്ള ചിന്താരീതിയിൽ ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് മനസ്സുരുകി വേദനിച്ച് ദുഃഖിച്ച് മറ്റുള്ളവരെ പ്രാഗി അവരത് ചെയ്തു ഇവരിത് ചെയ്തു. ഇതൊക്കെ വെറും ഒരു തോന്നലുകൾ മാത്രമായിട്ട് നിങ്ങൾ കാണുക. രക്ഷ യേശുവിൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കും.
ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിരുന്നു, പൈശാചിക രൂപികളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ഉറപ്പ് വേണം, നമ്മൾ യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ദൈവിക നിയമങ്ങൾ, ഒന്നാം പ്രമാണം നിങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പരിശ്രമിക്കുമ്പോൾ, നമ്മൾ വില കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കൂടെ ദൈവവും നിൽക്കും. ഹല്ലേലൂയ. യേശു എന്താണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ദൈവവചനം എന്താ പറയുന്നതെന്ന് നോക്കിയാൽ മതി. സുവിശേഷത്തിൽ യേശു എന്താണ് ശിഷ്യന്മാരോടും ജനങ്ങളോടും എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ കേട്ടാൽ മതി. അല്ലാതെ നമ്മൾ പുറമേത് നോക്കിയിട്ട് ആളുകൾ പറയുന്നതും അതും ഇതും പറയുന്ന ഒന്നും കേൾക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലരും പലതും പറയും. ഇപ്പോൾ സുവിശേഷകരായിക്കോട്ടെ, പുരോഹിതന്മാരായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ ശരിയുണ്ടോ എന്ന് തിരുവചനവുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം നിങ്ങളത് വിശ്വസിക്കുക. ഹല്ലേലൂയ. തിരുവചനത്തിലുള്ള കാര്യങ്ങളാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. അത് പൈശാചിക ശക്തികളെക്കുറിച്ചാണെങ്കിലും അല്ലാത്ത കൂടോത്ര മന്ത്രവാദമോ ദുർമന്ത്രവാദമോ ഒക്കെ എന്തും ആയിക്കോട്ടെ, അതെല്ലാം തന്നെ തിരുവചനവുമായി ബന്ധപ്പെട്ടതാണോ, വചനമാണോ പ്രഘോഷിക്കുന്നത്, യേശുവിനെയാണോ പ്രഘോഷിക്കുന്നത് എന്ന് മാത്രം നോക്കി വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.